സുപ്രീം കോടതിയുടെ ഇന്നത്തെ ഈ ഇടക്കാല ഉത്തരവിലൂടെ എന്താണ് യഥാർത്ഥത്തിൽ ഈ കേന്ദ്ര സർക്കാർ കൊണ്ടുവന്ന വഖഫ് ഭേദഗതി നിയമ ഭേദഗതിക്ക് സംഭവിക്കുന്നത് തൽക്കാലത്തേക്കെങ്കിലും? ഇത് ഇന്നലെ വാദം കേൾക്കുമ്പോൾ കേന്ദ്ര സർക്കാർ ഇന്നലെ ഒരു ഇൻട്രീം ഓർഡർ പോകരുത് എന്ന നിർബന്ധ ബുദ്ധിയോട് കൂടിയുള്ള ഒരു അഡ്ജസ്റ്റ്മെന്റ് സീക്കുകയും അങ്ങനെ ഒരു ഇൻഡെഫിനിറ്റ് ആയിട്ട് അല്ലെങ്കിൽ കുറച്ചൊരു ലോങ് പോസ്റ്റിംഗ് നിങ്ങൾക്ക് കിട്ടില്ല എന്ന ഇൻഡിക്കേഷൻ സുപ്രീം കോടതി കൊടുക്കുകയും ഇന്നത്തേക്ക് അത് പോസ്റ്റ് ചെയ്യുകയും ചെയ്തു. അപ്പോ ഇന്ന് ഉച്ചയ്ക്ക് 2 മണിക്ക് അത് വീണ്ടും കേൾക്കാൻ പോകും. ഞാൻ എൻ്റെ ഒരു അഭിപ്രായത്തില് ഒരു ലെജിസ്ലേഷന്റെ ചലഞ്ചുമായി ബന്ധപ്പെട്ട് ഇതൊരു അൺയൂഷ്വൽ എക്സസൈസ് ആണ് സുപ്രീം കോടതി നടത്തുന്നത്. ഈ കേസിൽ ഇന്നിപ്പോ അവർ ചെയ്തിരിക്കുന്നത് സുപ്രീം കോർട്ടില് ആരാ പറഞ്ഞു, നമ്മുടെ തുഷാർ മേത്ത കൊണ്ടുവന്ന് കൊടുക്കുന്ന സ്റ്റേറ്റ്മെന്റിൽ അവർ പറഞ്ഞു, ഇന്നലത്തെ ചോദ്യത്തിൽ ഉന്നയിക്കപ്പെട്ട ഒരു വിഷയം 2 പേർ നോൺ മുസ്ലിം ആയിരിക്കണം, അതായത് വഖഫ് ബോർഡിലും വഖഫ് കൗൺസിലും 2 പേരും നോൺ മുസ്ലിം ആയിരിക്കണം എന്നൊരു കണ്ടീഷനുണ്ട്. ആ കണ്ടീഷൻ 2 പേര് നോൺ മുസ്ലിം ആയിരിക്കണമെന്ന് പറയുമ്പോൾ വഖഫ് ബോർഡിലെ സ്റ്റേറ്റ് വഖഫ് ബോർഡിലെ 9 പേര് മുസ്ലിം ആയിരിക്കണമെന്ന് പറയുന്നില്ല. 11-ൽ 9 മുസ്ലിം ആയിരിക്കണമെന്ന് പറയുന്നില്ല. അതില് 4 പേര് മുസ്ലിം ആയിരിക്കണമെന്ന് പറയുന്നുണ്ട്. പക്ഷേ ആ 4 പേര് മുസ്ലിമിനെ അവൈലബിൾ അല്ലെങ്കിൽ അവിടെയും നോൺ മുസ്ലിമിനെ വെക്കാനുള്ള പ്രൊവൈസുണ്ട്. എന്ന് മാത്രമല്ല, മുൻകാലങ്ങളിലെ വഖഫ് ബോർഡിലേക്കുള്ള വഖഫ് ബോർഡിലേക്കുള്ള ആളുകളെ തെരഞ്ഞെടുക്കുന്നത് പള്ളികളുടെ മുത്തവല്ലിമാരുടെ ഒരു ഇലക്ട്രൽ റോളുണ്ട്. ആ ഇലക്ട്രൽ റോളിൽ നിന്ന് വോട്ട് ചെയ്ത് 2 പേർ, MLA-മാരുടെ ഇലക്ട്രൽ റോളിൽ നിന്നും മുസ്ലിം MLA-മാർ വോട്ട് ചെയ്ത് 2 പേർ, MP-മാരുടെ ഇലക്ട്രൽ റോളിൽ നിന്നും മുസ്ലിം MP-മാർ വോട്ട് ചെയ്ത ഒരാൾ, ബാർ കൗൺസിൽ അംഗങ്ങളിൽ നിന്നും മുസ്ലിം ആയിട്ടുള്ള മെമ്പർമാർ വോട്ട് ചെയ്ത ഒരാൾ. അപ്പൊ 6 പേര് എലക്ടഡ് ഡെമോക്രാറ്റിക് പ്രോസസ്സിൽ വരുന്ന 6 പേരും, പിന്നീട് ഒരു 4 പേരെ സ്റ്റേറ്റ് ഗവൺമെന്റ് ഇസ്ലാമിക് സ്കോളേഴ്സ് എന്നുള്ള നിലയ്ക്കും ഉദ്യോഗസ്ഥന്മാർ എന്നുള്ള നിലയ്ക്കും ഒക്കെ നോമിനേറ്റ് ചെയ്യും. ഇതായിരുന്നു ഉണ്ടായിരുന്നത്. പുതിയ അമെന്റ്മെന്റിൽ അത് പൂർണ്ണമായിട്ട് എടുത്ത് കളഞ്ഞിട്ട് അതിനകത്തേക്ക് ഡെമോക്രാറ്റിക് പ്രോസസ് അങ്ങ് പോയി. എല്ലാവരെയും സ്റ്റേറ്റ് നോമിനേറ്റ് ചെയ്യാം. ഞാനിപ്പോ കേരളത്തെ കുറിച്ച് നിങ്ങൾ മാറ്റിവെച്ച് ചിന്തിക്കുകയാണെങ്കിൽ ഞാൻ പറയുന്ന പോയിന്റ് നമ്മൾ UP-യെ കുറിച്ച് ചിന്തിക്കാം. UP-യിലാണ് UP സ്റ്റേറ്റ് ഗവൺമെന്റ് യോഗി ആദിത്യനാഥ് റിക്രൂട്ട് ചെയ്യുമ്പോൾ ഈ മുഴുവൻ ആളുകളെയും നോൺ മുസ്ലിംസിനെ റിക്രൂട്ട് ചെയ്യാൻ എക്സെപ്റ്റ് 1-ന് ഒരു റിസർവേഷൻ ഉണ്ട്. ഈ പറഞ്ഞ ഷിയ സുന്നി ആളുകൾ മൈനോറിറ്റി ആകുന്നിടത്ത് ഒരാൾ കൊടുക്കണമെന്ന് പറയുന്നു. ബാക്കി അപ്പോൾ 11-ൽ 10 പേരെയും നോൺ മുസ്ലിമിനെ റിക്രൂട്ട് ചെയ്യാം. ഇത്തരമൊരു ഇഷ്യൂവിനെ സുപ്രീം കോടതിയിൽ പോയിന്റ് ഔട്ട് ചെയ്തപ്പോൾ സുപ്രീം കോടതി വളരെ വളരെ ആശ്ചര്യത്തോടു കൂടി അത് എന്തിനാണ് എന്ന ഒരു ആശ്ചര്യം പ്രകടിപ്പിക്കുകയും മറ്റിതര മതങ്ങളുടെ സ്ഥാപനങ്ങളിൽ അങ്ങനെയാണോ എന്നുള്ള ചോദ്യം ചോദിക്കുകയും ചെയ്തപ്പോൾ അതിന് ബദലായി ഇന്നൊരു സ്റ്റേറ്റ്മെന്റ് കൊണ്ട് കൊടുത്തു. ആ സ്റ്റേറ്റ്മെന്റില് തുഷാർ മേത്ത പറയുന്നു, ഞങ്ങൾ ഇങ്ങനത്തെ ബോർഡുകളിലൊന്നും തൽക്കാലം അപ്പോയിന്റ്മെന്റ് നടത്തുന്നില്ല എന്ന് അണ്ടർടേക്ക് ചെയ്യാം. അപ്പോ ഇതാ ചോദ്യത്തിനെ ഒന്ന് മറികടക്കാൻ വേണ്ടിയിട്ട് അണ്ടർടേക്ക് കൊടുക്കുക. ഈ ബെഞ്ചൊക്കെ മാറി വേറൊരു ദിവസം കേൾക്കുമ്പോൾ ഇത് തട്ടിപ്പോവും, അന്നേരം നമുക്ക് ചെയ്യാം, തൽക്കാലം ഇവിടുന്ന് നമുക്ക് തടിയൂരാം എന്നതാണ് അതിന്റെ ലക്ഷ്യം എന്നുള്ള കാര്യത്തിൽ ഇത്രയും കാലത്ത് പ്രാക്ടീസ് ചെയ്ത ഒരു അഭിഭാഷകൻ എന്നുള്ളതുകൊണ്ട് എനിക്ക് ആ ഒരു സംശയവും ആ കാര്യത്തിലില്ല. പക്ഷെ കോടതി ഇന്ന് വേറൊരു ക്വസ്റ്റിനോട് റേസ് ചെയ്തു, നിങ്ങൾ വഖഫ് ബൈ യൂസറുമായി ബന്ധപ്പെട്ടും അല്ലാതെയും ഒക്കെ ചില പ്രശ്നങ്ങളുണ്ടല്ലോ. വഖഫ് ബൈ യൂസർ നിങ്ങൾ ഭൂമികൾ വേണമെങ്കിൽ ഡീനോട്ടിഫൈ ചെയ്ത് നിങ്ങൾ കൈവശപ്പെടുത്താനുള്ള സാധ്യത ഈ ബില്ലിലുണ്ട്. അതുപോലെ തന്നെ ഗവൺമെന്റിന്റെ പ്രോപ്പർട്ടി ആണെന്ന് പറഞ്ഞ് നിങ്ങൾ പിടിച്ചെടുക്കാനുള്ള പ്രൊവിഷനകത്തുണ്ട്. അപ്പം അതും ചെയ്യാൻ പാടില്ല എന്ന് ഇൻട്രി മോഡൽ പറഞ്ഞു. അപ്പൊ ഞാൻ പറയുന്നത് സെക്ഷൻ 14 സെക്ഷൻ 9-ന്റെ അമെന്റ്മെന്റ്, അതുപോലെ തന്നെ ഇപ്പോ ഈ പറഞ്ഞ സെക്ഷൻ 3-ലൊക്കെ വന്നിരിക്കുന്ന പിടിച്ചെടുക്കലിന്റെ അമെന്റ്മെന്റ്, ഈ പറഞ്ഞ വഖഫ് ബൈ യൂസറുമായി ബന്ധപ്പെട്ടുകൊണ്ടുവന്ന അമെന്റ്മെന്റ്, ഇതൊക്കെ ഇനോപ്പറേറ്റീവ് ആയിരിക്കുകയാണ് ഇന്നത്തെ ഇൻട്രി മോഡലിൽ കൂടെ. അതായത് ഡയറക്ട്ലി ഒരു പ്രൊവിഷനെ കോടതി സ്റ്റേ ചെയ്തിട്ടില്ല, അല്ലെങ്കിൽ ലെജിസ്ലേഷനെ സ്റ്റേ ചെയ്തിട്ടില്ലെങ്കിലും അതിനെ ഇനോപ്പറേറ്റീവ് ആക്കുകയാണ് ഇന്ന് കോടതി ചെയ്തിരിക്കുന്നത്. ഇനി ഇങ്ങനൊരു ലെജിസ്ലേറ്റീവ് ചലഞ്ച് വന്നാൽ ആ ചലഞ്ചിനെ എങ്ങനെയാണ് കോടതി അഡ്രസ്സ് ചെയ്യേണ്ടതെന്ന് ചോദിച്ചാൽ അതിനൊരു ലീഗൽ പാർലൻസ് പറയുകയാണെങ്കിൽ ഒരു ലെജിസ്ലേറ്റീവ് ചലഞ്ച് എന്ന് പറഞ്ഞാൽ ഒരു പാർലമെന്റ് അല്ലെങ്കിൽ നിയമസഭ പാസ്സാക്കുന്ന ഒരു ബില്ല് ഉണ്ടാക്കുന്ന സമയത്ത് അതിന്റെ ഒരു രൂപം എന്താന്ന് ചോദിച്ചാൽ എപ്പോഴും ബ്യൂറോക്രാറ്റ്സ് അതിൽ നിന്നും ബില്ല് എഴുതി ഉണ്ടാക്കും. ജനപ്രതിനിധികളും മന്ത്രിയും ഒക്കെ ഇടപെട്ടിട്ട് അവരുടെ പബ്ലിക് റിക്വയർമെന്റിനെ അവിടെ അഡ്രസ് ചെയ്യും. അതിനുശേഷം ലോ ഡിപ്പാർട്ട്മെന്റ് അതിന്റെ കോൺസ്റ്റിറ്റ്യൂഷണാലിറ്റി ഇവാലുവേഷൻ നടത്തും. അത് ഭരണഘടനാപരമാണോ എന്ന് നോക്കും. ഇതിനുശേഷമാണ് സഭയിലേക്ക് ഇതിനെ
കൊണ്ടുവന്ന് വെക്കുകയും ചർച്ച നടത്തുകയൊക്കെ ചെയ്യുന്നത്. ഇത്രയും ചെയ്ത് കഴിഞ്ഞാൽ ഇതൊക്കെ ശരിയായ രീതിയിൽ പ്രോസസ്സ് നടത്തി ഭൂരിപക്ഷത്തോടെ പാസ്സായി കഴിയുമ്പോൾ ഇതിന്റെ ഒരു പ്രിസംഷൻ, അതായത് ഇത് ഒരു കോൺസ്റ്റിറ്റ്യൂഷണൽ ആണ് എന്ന പ്രിസംഷനിലാണ് പിന്നെ ബില്ലിനെ കോടതികൾ കാണുന്നത്. ജനറൽ പാർലമെന്റ്സ് തർക്കം ഉണ്ടാവും. കോടതികളുടെ മുമ്പിൽ ചലഞ്ച് ചെയ്യുമ്പോൾ 4 കാര്യങ്ങളാണ് നോക്കുന്നത്. ഒന്നാമതായി കോടതി നോക്കുന്നത് നമ്മൾ ഭരണഘടനയുടെ 13-ാം അനുച്ഛേദം നോക്കിയാൽ മനസ്സിലാവും. ഇന്ത്യയിൽ അന്ന് 1949 നവംബർ 26-ന് അത് കൺക്ലൂഡ് ചെയ്യുമ്പോൾ എടുത്ത തീരുമാനം ഇങ്ങനെയാണ്: നിലവിലുള്ള നിയമങ്ങളൊക്കെ മുന്നോട്ട് പോകട്ടെ, അതിനൊന്നും തർക്കമില്ല, അതായത് പ്രീ ഇൻഡിപെൻഡൻസ് നിയമങ്ങളൊക്കെ നിന്നോട്ടെ. പക്ഷേ അതിലേതെങ്കിലും ഒരു നിയമത്തിലെ ഏതെങ്കിലും പ്രൊവിഷൻ ഈ 13-ാം അനുച്ഛേദം ഉൾപ്പെടുന്ന 12 മുതൽ 35 വരെയുള്ള അനുച്ഛേദം ഉൾപ്പെടുന്ന 3-ാം അധ്യായത്തിൽ പറയുന്ന ഏതെങ്കിലും ഒരു മൗലിക അവകാശത്തിന് വിരുദ്ധമാണെങ്കിൽ ആ നിയമങ്ങൾ അൺകോൺസ്റ്റിറ്റ്യൂഷണൽ ആകുമെന്ന് 13-ാം അനുച്ഛേദത്തിൽ പറയുന്നുണ്ട്. അതിന്റെ 2-ാമത്തെ പാരഗ്രാഫിൽ പറയുന്നു, ഇനിയും നമ്മൾ ഉണ്ടാക്കാൻ പോകുന്ന നിയമങ്ങളിൽ ഏതെങ്കിലും നിയമത്തിന്റെ ഏതെങ്കിലും ഒരു പ്രൊവിഷൻ ഈ 3-ാം അധ്യായത്തിൽ ഏതെങ്കിലും മൗലിക അവകാശത്തിന് വിരുദ്ധമാണെങ്കിൽ അത് അൺകോൺസ്റ്റിറ്റ്യൂഷണൽ ആവും. അപ്പൊ നമ്മൾ അതിന്റെ ടെസ്റ്റ് ആർട്ടിക്കിൾ 13-ന്റെ ടെസ്റ്റ് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം, കോൺസ്റ്റിറ്റ്യൂഷണാലിറ്റി ടെസ്റ്റ് എന്ന് പറയാം. അപ്പൊ ഈ ഇവാലുവേഷനാണ് ഒരു പാരാമീറ്റർ. 2-ാമത്തെ പാരാമീറ്റർ ഭരണഘടനയുടെ 7-ാം ഷെഡ്യൂളില് 3 ലിസ്റ്റ് ഉണ്ട്: യൂണിയൻ ലിസ്റ്റ്, സ്റ്റേറ്റ് ലിസ്റ്റ്, കൺകറന്റ് ലിസ്റ്റ്. ഈ കൺകറന്റ് ലിസ്റ്റ് ഒരു കോൺഫ്ലിക്റ്റിംഗ് ലിസ്റ്റാണ്. സ്റ്റേറ്റിനും സെൻട്രലിനും, അതായത് പാർലമെന്റിനും നിയമസഭയ്ക്കും നിയമം ഉണ്ടാക്കാനുള്ള അധികാരപ്പെടുന്ന ലിസ്റ്റാണ്. കോൺഫ്ലിക്റ്റിംഗ് ലിസ്റ്റാണ്. സെൻട്രലും സ്റ്റേറ്റും തമ്മിലുള്ള നമ്മൾ ഓരോ ഐറ്റംസ് നോക്കുമ്പോൾ ചില കോൺഫ്ലിക്റ്റ് വരുമ്പോൾ നമുക്കും സംശയം തോന്നും. ഇത്തരം വിഷയങ്ങളില് ലെജിസ്ലേറ്റീവ് കോമ്പീറ്റൻസിന്റെ ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്. സ്റ്റേറ്റ് ഉണ്ടാക്കാൻ പറ്റുമോ, സെൻട്രൽ ഉണ്ടാക്കാൻ പറ്റുമോ, അതിനകത്ത് റിപ്പഗ്നൻസി ഉണ്ടോ എന്ന ക്വസ്റ്റ്യൻ നടത്താം. ഇതും ഒരു ഇവാലുവേഷനാണ്, ഈ കോൺസ്റ്റിറ്റ്യൂഷണൽ ഇവാലുവേഷനാണ്. ഇത് നിലനിൽക്കുമോ എന്നുള്ള 2-ാമത്തെ, അതായത് കോമ്പീറ്റൻസ് ആണ്. 3-ാമത്തെ ഇഷ്യൂ ഇതുമായി ബന്ധപ്പെട്ട് വരുന്ന നിയമങ്ങൾ കോൺസ്റ്റിറ്റ്യൂഷണൽ പ്രിൻസിപ്പിൾസിന് അതിന് വിധേയമാണോ എന്ന് നോക്കാം. അത് നമ്മളിപ്പോ മറ്റേ ബേസിക് സ്ട്രക്ചർ പ്രിൻസിപ്പിളിലൊക്കെ നമുക്ക് പോകാം, സെക്യുലറിസത്തിലേക്ക് നമുക്ക് പോകാം. അപ്പോൾ കോൺഫ്ലിക്റ്റിംഗ് അല്ലെ കോൺട്രാഡിക്റ്റിംഗ് ടു ദി കോൺസ്റ്റിറ്റ്യൂഷണൽ പ്രിൻസിപ്പിൾസ് ഓർ മാൻഡേറ്റ്സ് ആണെങ്കിലും കോടതിക്ക് ഇവാലുവേറ്റ് ചെയ്യാം. പിന്നെയുള്ളത് മാനിഫെസ്റ്റ് ആർബിട്രനെസ്, അത് ടോട്ടലി ഇൻ കണക്ഷൻ വിത്ത് ആർട്ടിക്കിൾ 14 എന്നൊക്കെ വേണമെങ്കിൽ പറയാം. മാനിഫെസ്റ്റ് ഈ 4 പാരാമീറ്റേഴ്സിൽ നിന്നും നോക്കും. പക്ഷെ ഇത് നോക്കാനായി ഒരു പെറ്റീഷൻ നമ്മൾ സുപ്രീം കോർട്ടിലോ ഹൈക്കോർട്ടിലോ മൂവ് ചെയ്യുന്ന മൊമെന്റിൽ സുപ്രീം കോടതി ഇതിനെ വീക്ഷിക്കുന്നത്, അല്ലെങ്കിൽ ഹൈക്കോടതി ഇതിനെ വീക്ഷിക്കുന്നത്, നിലവിൽ അത് കോൺസ്റ്റിറ്റ്യൂഷണൽ ആണ് എന്ന് വെച്ചിട്ടാണ് വീക്ഷിക്കാൻ പാടുള്ളൂ എന്ന വിധികൾ സുപ്രീം കോടതി നേരത്തെ പറഞ്ഞു. അതാണ് അതിന്റെ പ്രോപ്പർ വേ ഓഫ് ഇവാലുവേഷൻ. ബിക്കോസ് ഒരു ജനങ്ങളെ തെരഞ്ഞെടുക്കപ്പെട്ട ഒരു ബോഡിയാണല്ലോ ഇത് പാസ്സാക്കിയിരിക്കുന്നത്. വി വിൽ സേ ദാറ്റ് ഇറ്റ് ഈസ് കോൺസ്റ്റിറ്റ്യൂഷണൽ അൺലെസ് ഇറ്റ് ഈസ് പ്രൂവൻ ദാറ്റ് ഇറ്റ് ഈസ് അൺകോൺസ്റ്റിറ്റ്യൂഷണൽ എന്നാണ് സുപ്രീം കോടതി എടുക്കാൻ പോകുന്ന വ്യൂ. അത് തന്നെയാണ് ഇന്നലെ കേസ് കേൾക്കുന്ന സമയത്തൊക്കെ ആദ്യം തന്നെ സുപ്രീം കോടതി ചോദിച്ച ചോദ്യങ്ങളുടെ കാരണം. അത് ജുഡീഷ്യൽ ഡിസിപ്ലിന്റെ ഭാഗമാണ്. അങ്ങനെ വരുന്ന ഒരു കേസിൽ യൂഷ്വലി പ്രിമാ ഫേസി ഫൈൻഡിങ്ങിന്റെ മേൽ ഒരു കാരണവശാലും ഒരു സ്റ്റാറ്റ്യൂട്ട്, ഒരു അമെന്റ്മെന്റിനെയോ ഒരു അമെന്റ്മെന്റ് പ്രൊവിഷനെയോ സ്റ്റേ ചെയ്യാൻ പാടില്ല എന്നാണ് വെപ്പ്. കാരണം പ്രിമാ ഫേസി ആയിട്ട് ഇതിനെ നമുക്കൊരു അൺകോൺസ്റ്റിറ്റ്യൂഷണൽ എന്ന് പറയാൻ പറ്റത്തില്ല. മറ്റു പല കേസുകളിലും ഇല്ലീഗൽ ആണോ എന്ന് പറയുന്നത് പോലല്ല, അൺകോൺസ്റ്റിറ്റ്യൂഷണാലിറ്റിക്ക് പ്രിമാ ഫേസി പോരാ, അത് ഫൈനലായി കണ്ടെത്തിയേ മതിയാവും. അവിടെയാണ് ഇന്ന് സുപ്രീം കോടതി പറഞ്ഞ ഡോണ്ട് ആർഗ്യൂ ഓൺ ഇന്ററിം ഓർഡേഴ്സ്, ഡോണ്ട് ആർഗ്യൂ ഫോർ സ്റ്റേയിങ് ദി ലെജിസ്ലേഷൻ എന്ന് പറയുമ്പോൾ ഏതാണ്ട് ഗവൺമെന്റിനെ സഹായിക്കുന്നതെന്ന് കേൾക്കുന്നവർക്ക്